ഇവിടെ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ പാർട്ടിയിൽപ്പെട്ട വ്യക്തികളും ഇരിപ്പുണ്ട്, നേതാക്കന്മാരിരിപ്പുണ്ട്. ഇവര് വോട്ട് ചോദിക്കുമ്പോൾ ഇവരുടേതായ ആൾക്കാർ വന്ന് നമ്മുടെ വീട്ടിൽ വോട്ട് ചോദിക്കുന്നുണ്ട്, നമ്മൾ വോട്ട് കൊടുക്കുന്നുണ്ട്, ഓരോ രാഷ്ട്രീയക്കാരും. പക്ഷെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഏതെങ്കിലും തരത്തിൽ ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇവര് ആരെങ്കിലും പരിഹാരം കണ്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും കേരളത്തിൽ വരുന്നുണ്ട് എന്ന് മാത്രമല്ല, ഒരു വൈജ്ഞാനിക സമൂഹത്തെ അല്ലെങ്കിൽ കേരളത്തെ ആ ഒരു നിലയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് നേരത്തെ SKN തന്നെ ഇവിടെ പറഞ്ഞു. ശ്രീ P. രാജീവ് പറഞ്ഞ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അക്കമിട്ട് പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ സ്ഥാപനങ്ങൾ ഈ കേരളത്തിലേക്ക് വരുന്നു. ആ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളിലേക്ക് വരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, അതായത് നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും ഇപ്പോൾ വിദേശത്ത് പോയി പഠിക്കുന്നു എന്നുള്ളതോ സെറ്റിൽ ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ കുഴപ്പമായി വ്യക്തിപരമായി കാണുന്ന ഒരാളല്ല ഞാൻ. എന്താ വെച്ചാൽ കേരളത്തിൻ്റെ സമൂഹം നിങ്ങൾ നോക്കും, നേരത്തെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞു, ഇന്ത്യയിലെ പല പിന്നെ BJPയുടെ നേതാക്കളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ നിന്ന് അവരുടെ ആ സാഹചര്യത്തെക്കാൾ കേരളം മെച്ചമായതുകൊണ്ടാണല്ലോ അവരിവിടേക്ക് വരുന്നത് തൊഴിലെടുക്കാൻ. അത്തരം നമ്മുടെ ഇന്ന് കേരളത്തിൽ പഠിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഈ കേരളത്തിൽ തന്നെ നിൽക്കാൻ, പഠിക്കാൻ, ജീവിക്കാൻ, നിങ്ങൾ നോക്കൂ, ലോകത്തിൽ മറ്റെവിടെ പോയാലും ജീവിക്കുന്നതിനേക്കാൾ നന്നായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണ് കേരളം. സുരക്ഷിതമായി പറഞ്ഞല്ലോ അല്ല സുരക്ഷിതമായി. ഞാൻ ചോദിച്ചോട്ടെ, ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം പ്രതിദാനം ചെയ്യുന്നൊരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവാണ് അങ്ങ്. ഈ 10 വർഷമായിട്ട് കേരളത്തിൽ വന്ന ഒരു വ്യവസായത്തിന്റെ പേര് പറയാമോ? എത്രയോ IT പ്രോജക്റ്റുകൾ, വിഴിഞ്ഞം പദ്ധതി, ഇതെല്ലാം വിഴിഞ്ഞം പദ്ധതി ഇതെല്ലാം കേരളത്തിൽ വന്ന പ്രൊജക്ടുകളല്ലേ? അതെന്തിനാ മാറ്റി നിർത്തുന്നത്? നോക്കൂ, ഞാൻ ചോദിച്ചത് അക്കൗണ്ടബിലിറ്റി അങ്ങേക്ക് മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ 10 വർഷത്തെ അക്കൗണ്ടബിലിറ്റി അങ്ങേക്കാണുള്ളത്. ഞാൻ പറയാം, ഈ 2010 ശേഷം 250 കമ്പനികൾ ഉണ്ടായത് 360 ഏലൂർ ഇടയാർ മാറിയിട്ടുണ്ടെന്നേ. എത്ര കമ്പനി വന്നു? 100-ലധികം കമ്പനികൾ വന്നേ. പേര് വേണോ? മാത്രം നോക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ അവിടെ ഒരു കമ്പനി ഇല്ല. സ്റ്റാർട്ടപ്പ് ഒരു രജിസ്ട്രേഷൻ എടുത്തോണ്ട് കമ്പനി ചേട്ടാ. അവിടെ കമ്പനിയിൽ നിന്നാരാ പറഞ്ഞേ? 360 കമ്പനികളും പ്രവർത്തിക്കുന്നു. 8600-ലധികം തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥലമാണ്. ഞങ്ങളുടെ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾ അങ്ങനെ പറയാം. 1,80,000 സ്റ്റാർട്ടപ്പ്. ശ്രീനിധിയോട് ഒരു മറുപടി. അദ്ദേഹം പറഞ്ഞു വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന കുഴപ്പമില്ല, ഞങ്ങളൊക്കെ പോയി ജോലി ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. പട്ടാളത്തിൽ പോകുന്നതിനും കുഴപ്പമില്ല കേട്ടോ, പട്ടാളത്തിൽ പോകുന്ന കുഴപ്പമില്ല. പറഞ്ഞു ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ പോകുന്നത് നല്ല കാര്യമാണ്, ആരും എതിർക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ വീണ്ടും പറഞ്ഞ 80 ലക്ഷം എന്ന് പറഞ്ഞ അൺസ്കിൽഡ് ലേബേഴ്സ് ആണെന്നേ. പള്ളിക്കൂടത്തിൽ പോകാത്ത, പഠിക്കാത്ത, ഒരു പണിയും ചെയ്യാൻ അറിയാത്ത ആൾക്കാർ വിദ്യാഭ്യാസമുള്ള വിദേശത്തേക്ക് തൊഴിലെവിടെ? നോക്കൂ, ഞാനും താങ്കളോട് അത്രേ പറഞ്ഞുള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ പലയിടങ്ങളിലും ഇപ്പോഴും പള്ളിക്കൂടവും പഠിക്കാൻ പറ്റാത്തവരുമാണ് ഉള്ളത്. എന്നാൽ കേരളം ആ സ്റ്റേജിൽ നിന്ന് മുന്നോട്ട് പോയി എന്നാണ് ഞാനും പറഞ്ഞത്. അത്രേ ഞാനും പറഞ്ഞുള്ളൂ. താങ്കൾ അത് അംഗീകരിച്ചാൽ മതി. ഒരു മിനിറ്റ്, FDI 1 രൂപ ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടോ? വളരെ ഇടയ്ക്കിടയ്ക്ക് ദാവോസിലേക്കൊക്കെ പോകുന്നുണ്ട്. എന്താണ്ട് 1 രൂപ ഫിക്സഡ് ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വന്ന ഒരു പ്രൊജക്ടിന്റെ പേര് താങ്കൾ പറ. നിങ്ങളുടെ ബഡ്ജറ്റിൽ തന്നെ പറയണില്ലെന്ന് നിങ്ങൾ പറയല്ലേ, ബഡ്ജറ്റിൽ എങ്ങനെ കറക്റ്റ് ചെയ്യും? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.